ഹബിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 2014 നടന്ന VO പരീക്ഷയുടെ ജനറൽ ചോദ്യങ്ങളാണ് വിശകലനം ചെയ്യുന്നത്. അതിൽ 21ാമത്തെ ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സുഗന്ധവ്യഞ്ജനം ഏത്? ഉത്തരം ഓപ്ഷൻ ബി, കുരുമുളക്. 22ാമത്തെ ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ്? ഉത്തരം ഓപ്ഷൻ സി, ചെങ്കൽ മണ്ണ്. 23ാമത്തെ ചോദ്യം, തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്നത് എവിടെ? ഉത്തരം ഓപ്ഷൻ എ, വേമ്പനാട്ട് കായൽ. 24ാമത്തെ ചോദ്യം, കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് വേദിയായിരുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി, പയ്യന്നൂർ. 25ാമത്തെ ചോദ്യം, വാഗൺ ട്രാജഡി ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ എ, മലബാർ കലാപം. 26ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റാബി വിള ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, ഗോതമ്പ്. 27ാമത്തെ ചോദ്യം, ബക്രാനങ്കൽ നദീതട പദ്ധതി ഏത് നദിയിലാണ്? ഉത്തരം ഓപ്ഷൻ എ, സത്ലജ്. 28ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഒരു പ്രധാന ഇരുമ്പയിര് നിക്ഷേപ മേഖല ഏത്? ഉത്തരം ഓപ്ഷൻ ബി, ജാർഖണ്ഡ്. 29ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ റെയിൽവേ നിലവിൽ വന്ന ആദ്യ നഗരം ഏത്? ഉത്തരം ഓപ്ഷൻ സി, മുംബൈ. 30ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം? ഉത്തരം ഓപ്ഷൻ ബി, അരുണാചൽ പ്രദേശ്. ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം? ഉത്തരം ഓപ്ഷൻ ബി, അരുണാചൽ പ്രദേശ്. 21ാമത്തെ ചോദ്യം, മുഗൾ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റിയത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ, ഷാജഹാൻ. 32ാമത്തെ ചോദ്യം, അക്ബറുടെ സദസ്സിൽ ഏറ്റവും പ്രശസ്തനായ കവി? ഉത്തരം ഓപ്ഷൻ സി, തുളസീദാസ്. അക്ബറുടെ സദസ്സിലെ ഏറ്റവും പ്രശസ്തനായ കവി? ഉത്തരം ഓപ്ഷൻ സി, തുളസീദാസ്. 33ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച വർഷം? ഉത്തരം ഓപ്ഷൻ ഡി, 1857. 34ാമത്തെ ചോദ്യം, ദത്തവകാശ നിരോധന നിയമം ആവിഷ്കരിച്ച ഗവർണർ ജനറൽ? ഉത്തരം ഓപ്ഷൻ ബി, ഡൽഹൌസി പ്രഭു. 35ാമത്തെ ചോദ്യം, ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ മുഖ്യശില്പി? ഉത്തരം ഓപ്ഷൻ സി, ജവഹർലാൽ നെഹ്റു. 36ാമത്തെ ചോദ്യം, ഒന്നാം പഞ്ചവത്സര പദ്ധതി മുൻഗണന നൽകിയ മേഖല ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, കൃഷി. 37ാമത്തെ ചോദ്യം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്ന വർഷം ഏത്? ഉത്തരം ഓപ്ഷൻ എ, 1935. 38ാമത്തെ ചോദ്യം, 1991 ശേഷം സർക്കാർ ലൈസൻസ് നൽകിയ പ്രവർത്തിച്ചു വരുന്ന ബാങ്കുകൾ? ഉത്തരം ഓപ്ഷൻ ബി, പുത്തൻ തലമുറ ബാങ്കുകൾ. 1991 ശേഷം സർക്കാർ ലൈസൻസ് നൽകി പ്രവർത്തിച്ചു വരുന്ന ബാങ്കുകളാണ് ഉത്തരം ഓപ്ഷൻ ബി, പുത്തൻ തലമുറ ബാങ്കുകൾ. 39ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗത്തിലാണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി, 3-ാം ഭാഗത്ത്. 40ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ജനറൽ ഇൻഷുറൻസിൻ്റെ ദേശസാൽക്കരണം നിലവിൽ വന്ന വർഷം ഏത്? ഉത്തരം ഓപ്ഷൻ സി, 1972. 41ാമത്തെ ചോദ്യം, ഭൂമിയിലെ ജീവജാലങ്ങളുടെ രക്ഷകവചമായ ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി. 42ാമത്തെ ചോദ്യം, ഇന്ത്യ ആദ്യം വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം ഏത്? ഉത്തരം ഓപ്ഷൻ എ, ആര്യഭട്ട. 43ാമത്തെ ചോദ്യം, ഇന്ത്യൻ ബഹിരാകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏത്? ഉത്തരം ഓപ്ഷൻ സി, 1972. 44ാമത്തെ ചോദ്യം, പ്രപഞ്ചത്തിലെ ആദ്യ മനുഷ്യനിർമ്മിത ബഹിരാകാശ നിലയം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, സല്യൂട്ട് 1. പ്രപഞ്ചത്തിലെ ആദ്യ മനുഷ്യനിർമ്മിത ബഹിരാകാശ നിലയം? ഉത്തരം ഓപ്ഷൻ ഡി, സല്യൂട്ട് 1. 45ാമത്തെ ചോദ്യം, ചന്ദ്രയാൻ 1 എന്ന ചന്ദ്രപര്യവേഷണ വാഹന രൂപീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ച ശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം ഓപ്ഷൻ എ, ഡോക്ടർ ജി മാധവൻ നായർ. 46ാമത്തെ ചോദ്യം, സമുദ്രജലത്തിൻ്റെ ശരാശരി ലവണാംശം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ബി, 3.5. 47ാമത്തെ ചോദ്യം, തൂവൽ കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങളാണ് ഇവ? ഉത്തരം ഓപ്ഷൻ സി, സിറസ്.
സിറസ് മേഘങ്ങളാണ് തൂവൽക്കെട്ടുകളെപ്പോലെ കാണപ്പെടുന്ന മേഘങ്ങൾ. 48ാമത്തെ ചോദ്യം, കാലിക വാതകത്തിന് ഒരു ഉദാഹരണം. ഉത്തരം ഓപ്ഷൻ എ മൺസൂൺ കാറ്റുകൾ. കാലിക വാതകത്തിന് ഒരു ഉദാഹരണമാണ് ഉത്തരം ഓപ്ഷൻ എ മൺസൂൺ കാറ്റുകൾ. 49ാമത്തെ ചോദ്യം, ഉയരം കൂടുന്നതിനനുസരിച്ച് വായുവിൻ്റെ സാന്ദ്രതയ്ക്ക് ഉണ്ടാകുന്ന മാറ്റം എന്ത്? ഉത്തരം ഓപ്ഷൻ ഡി കുറയുന്നു. ഉയരം കൂടുന്നതിനനുസരിച്ച് വായുവിൻ്റെ സാന്ദ്രത കുറയുന്നു. 50ാമത്തെ ചോദ്യം, അമ്ലമഴ ഉണ്ടാകുന്നതിന് കാരണമാകുന്ന വാതകം ഏത്? ഉത്തരം ഓപ്ഷൻ എ സൾഫർ ഡയോക്സൈഡ്. സൾഫർ ഡയോക്സൈഡാണ് അമ്ലമഴ ഉണ്ടാകുന്നതിന് കാരണമാകുന്ന വാതകം. 51ാമത്തെ ചോദ്യം, പവിഴ ദ്വീപുകൾക്ക് നാശം സംഭവിക്കാനിടയാകുന്ന പ്രക്രിയ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി അമ്ലവൽക്കരണം. അമ്ലവൽക്കരണം വഴിയാണ് പവിഴ ദ്വീപുകൾക്ക് നാശം സംഭവിക്കുന്നത്. 52ാമത്തെ ചോദ്യം, സുസ്ഥിര വികസനത്തിൻ്റെ വിഘാതമുണ്ടാക്കാത്ത പ്രവർത്തനം കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി മഴവെള്ള സംഭരണം. തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ സുസ്ഥിര വികസനത്തിന് വിഘാതമുണ്ടാക്കാത്ത പ്രവർത്തനം ഉത്തരം ഓപ്ഷൻ സി മഴവെള്ള സംഭരണം. 53ാമത്തെ ചോദ്യം, ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് എന്ന്? ഉത്തരം ഓപ്ഷൻ ബി ജൂൺ 5. 54ാമത്തെ ചോദ്യം, 1948 സ്ഥാപിതമായ ആറ്റോമിക് എനർജി കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ ഡി ഹോമി ജെ ഭാഭ. 55ാമത്തെ ചോദ്യം, പ്രപഞ്ചത്തിൻ്റെ പരിണാമം, ഘടന എന്നിവയെക്കുറിച്ച് വിവരണം നൽകുന്ന ശാഖ? ഉത്തരം ഓപ്ഷൻ ബി കോസ്മോളജി. 56ാമത്തെ ചോദ്യം, സ്ത്രീ പുരുഷ തുല്യത ലഭ്യമാക്കുക എന്നത് ഭരണകൂടത്തിൻ്റെ കടമയാക്കിയ UN ഉടമ്പടി? ഉത്തരം ഓപ്ഷൻ ഡി 1979. സ്ത്രീ പുരുഷ തുല്യത ലഭ്യമാക്കുക എന്നത് ഭരണകൂടത്തിൻ്റെ കടമയാക്കിയ UN ഉടമ്പടി പുറപ്പെടുവിച്ച വർഷമാണ് 1979. 57ാമത്തെ ചോദ്യം, അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ സംഘടനകളുടെ കൂട്ടത്തിൽപ്പെടാത്തത് ഏത്? തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ ഉത്തരം ഓപ്ഷൻ ബി സിറ്റിസൺ ഫോർ ഡെമോക്രസി. 58ാമത്തെ ചോദ്യം, സാർവദേശീയ മനുഷ്യാവകാശ ദിനം എന്ന്? ഉത്തരം ഓപ്ഷൻ എ ഡിസംബർ 10. 59ാമത്തെ ചോദ്യം, വിവരാവകാശ നിയമപ്രകാരം സമർപ്പിക്കേണ്ട അപേക്ഷയിൽ പതിക്കേണ്ടത് എത്ര രൂപയുടെ കോർട്ട് ഫീസ് സ്റ്റാമ്പാണ്? ഉത്തരം ഓപ്ഷൻ സി 10 രൂപയുടെ സ്റ്റാമ്പാണ് വിവരാവകാശ കോർട്ട് ഫീയായി പതിക്കേണ്ട സ്റ്റാമ്പിൻ്റെ വില. 60ാമത്തെ ചോദ്യം, എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയിലാണ് സ്ത്രീ ശാക്തീകരണം മുഖ്യ ഇനമാക്കിയത്? ഉത്തരം ഓപ്ഷൻ ഡി 10. 61ാമത്തെ ചോദ്യം, ഈ വർഷത്തെ മികച്ച ചിത്രത്തിനുള്ള ഓസ്കാർ പുരസ്കാരം നേടിയത്? 2014 ഓസ്കാർ പുരസ്കാരം 12 Years a Slave എന്ന സിനിമയ്ക്കാണ്. 62ാമത്തെ ചോദ്യം, ലോക്സഭാ സെക്രട്ടറിയായി നിയമിതനായ മലയാളി? ഉത്തരം ഓപ്ഷൻ എ പി ശ്രീധരൻ. 63ാമത്തെ ചോദ്യം, അണ്ടർ-19 ക്രിക്കറ്റ് ലോകകപ്പിൽ പാകിസ്ഥാനെ തോൽപ്പിച്ച് കിരീടം നേടിയ രാജ്യം? ഉത്തരം ഓപ്ഷൻ സി ദക്ഷിണാഫ്രിക്ക. 64ാമത്തെ ചോദ്യം, കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഭാഷാ സമ്മാൻ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഡോക്ടർ പുതുശ്ശേരി രാമചന്ദ്രൻ. 65ാമത്തെ ചോദ്യം, ബോളിവുഡ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ ബി മുംബൈയിലെ സിനിമാ വ്യവസായം. ബോളിവുഡ് എന്നറിയപ്പെടുന്നത് മുംബൈയിലെ സിനിമാ വ്യവസായത്തെയാണ്. 66ാമത്തെ ചോദ്യം, പാരമ്പര്യേതര ഊർജ്ജ വിഭവങ്ങളുടെ വിഭാഗത്തിൽപ്പെടാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ എ ജലവൈദ്യുതി. 67ാമത്തെ ചോദ്യം, ഒളിമ്പിക്സ് ചിത്രത്തിൽ എത്ര വളയങ്ങളുണ്ട്? ഉത്തരം ഓപ്ഷൻ സി 5. 68ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഒരു സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത് എന്ന്? ഉത്തരം ഓപ്ഷൻ ബി ഏപ്രിൽ 1. ഏപ്രിൽ 1 മുതലാണ് ഇന്ത്യയിൽ ഒരു സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത്. 69ാമത്തെ ചോദ്യം, കേരളത്തിൽ തുലാവർഷം അനുഭവപ്പെടുന്നത് എപ്പോൾ? ഉത്തരം ഓപ്ഷൻ ഡി ഒക്ടോബർ മുതൽ നവംബർ വരെ. 70ാമത്തെ